എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻജിയുടെ സർക്കാർ അവർ അവസാനത്തെ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു, അത് മുമ്പോട്ട് വെച്ചു. അതിനെക്കുറിച്ച് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നാടിന്റെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത് ഇന്ന് 10 കൊല്ലം പിണറായി വിജയൻജിന്റെ സർക്കാർ ടേം കഴിയുമ്പോൾ ഇന്ന് ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, രാജ്യത്തിന്റെ ഏറ്റവും ഭീകരമായ വിലക്കയറ്റം, തൊഴിലുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരു സ്ഥിതി, പെൻഷനർ ആണെങ്കിൽ 4-5-6 മാസമായി പെൻഷൻ കിട്ടാത്ത സ്ഥിതി, ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതി, ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലും നിങ്ങൾ എല്ലാവർക്കും കാണുന്ന സ്ഥിതി. ഇത് 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് ഭരിച്ച പിണറായി വിജയൻജിയുടെ അവസാനത്തെ ബഡ്ജറ്റിൽ ഇതിനെക്കുറിച്ച് ഒന്നും അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, ആരും മറന്നിട്ടില്ല എന്ന് എനിക്കൊരു നല്ല വിശ്വാസമുണ്ട്. ഇതുപോലെ തന്നെ 2004 മുതൽ 2014 ഭരിച്ച കോൺഗ്രസ് പാർട്ടി, UPA CPMന്റെ പിന്തുണ കൊണ്ട് ഭരിച്ച കോൺഗ്രസ് പാർട്ടി അവരുടെ അവസാനത്തെ ബഡ്ജറ്റിൽ വാഗ്ദാനങ്ങൾ മാത്രം 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമിയാക്കി മാറ്റിയ സാഹചര്യത്തിൽ അവരുടെ ബഡ്ജറ്റിൽ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ കുറെ എല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ 10 കൊല്ലം ഭരിച്ച CPM സർക്കാർ അതേ സ്ഥിതി, ഒരു ദുർബലമായ സ്ഥിതിയിൽ കേരളത്തിന്റെ ഇക്കോണമിയെ കൊണ്ടുവച്ച് ഇന്ന് കുറെല്ലാം വാഗ്ദാനം കൊടുക്കുന്നു. അത് എന്തുകൊണ്ട് 10 കൊല്ലത്തിലൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കണം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കൃത്യമായി പറയാനുള്ളത്, ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഈ 2026 പെൻഷൻ പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ തന്നെയായിരുന്നു കോൺഗ്രസ് 2014. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പാർലമെന്റിലായിരുന്നല്ലോ. നരേന്ദ്രമോദിജി 1 റാങ്ക് 1 പെൻഷനെ കുറിച്ച്, നമ്മളുടെ സൈനികർക്ക് വേണ്ടി 1 റാങ്ക് 1 പെൻഷനെ കുറിച്ച് നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിന്റെ CM ആയിരുന്നു. BJP അധികാരത്തിൽ വന്ന് അത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ 2014 ബഡ്ജറ്റിൽ കോൺഗ്രസ് വേഗം ഞങ്ങളും ചെയ്യും 10 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത കോൺഗ്രസ് ഞങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് 50 കോടി എന്തോ ബഡ്ജറ്റിൽ അതിന് പ്രാവധാനം പ്രഖ്യാപിച്ചു. അത് മറ്റൊരു കാര്യമാണ്. 1 റാങ്ക് 1 പെൻഷന് 50 കോടിയല്ല, 500 കോടിയല്ല, 25,000 കോടിയാണ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ കൊടുത്തത്. അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ രണ്ട് CPMലും കോൺഗ്രസിലും അവരുടെ ഇക്കണോമിക് മാനേജ്മെന്റിലും ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഈ ബഡ്ജറ്റ് പരിശോധിച്ച് പഠിച്ചാൽ 10 കൊല്ലം അവരുടെ ഭരണത്തിന്റെ ഫലങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ, ആലോചിച്ച് പഠിച്ചാൽ, കോൺഗ്രസ് 10 കൊല്ലം ഇന്ത്യന് ചെയ്തത് CPM കേരളത്തിന് ചെയ്തു. ഞാനൊരു 4-5 സ്ലൈഡ് ഇടാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി.
92%, 100 രൂപ ഈ സ്റ്റേറ്റ് റവന്യൂ ആയിട്ട് കിട്ടുമ്പോൾ 92 രൂപ കടം, പലിശ, പെൻഷൻസിന് പോകുന്നു. 8% മാത്രമാണ് വികസനത്തിന് വേണ്ടി ഈ സ്റ്റേറ്റ്. ഇതാണ് സ്ഥിതി, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി, സംസ്ഥാനത്തിന്റെ സ്ഥിതി. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു. ഇതൊരു ഇക്കോണമി അല്ല, ഇതൊരു പോൺസി സ്കീമാണ്. ഒരു സ്ഥലത്ത് കാശ് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുക്കുക. അതല്ലേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന ഒരു ഉദാഹരണമായിട്ട് പറയാം. SC/ST ഫണ്ടിൽ നിന്നെടുത്ത് മറ്റൊരു കാര്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നു. അപ്പോ ഇത് ഒരു ഒഫീഷ്യലായിട്ട് ഇപ്പോ ഈ ബഡ്ജറ്റിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, BJP NDAക്ക് പറയാനുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് 2014 പോലെ ഇന്ത്യന്റെ ബഡ്ജറ്റ്, ഇന്ത്യന്റെ ഇക്കോണമി തകർത്തി വെച്ച കോൺഗ്രസ്, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് നാടിന്റെ ഇക്കോണമി തകർത്തി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ തൊഴിലിനെ കുറിച്ച് ഒരു വാക്കില്ല, വിലക്കയറ്റത്തിനെ കുറിച്ച് ഒരു വാക്കില്ല, അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് വാഗ്ദാനം മാത്രം, ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഒന്നും പറയാനില്ല. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് സ്ഥിതി. ഇതിനെക്കുറിച്ച് സർക്കാരിന് പറയാൻ ഇത് ഡബിൾ ആയിട്ടില്ല. ഇതൊരു അച്ചീവ്മെന്റ് ആണോ? 5 ലക്ഷം കോടി കടം 3.5 കോടി ജനങ്ങളുടെ തലയിലൊരു കെട്ടിവെച്ചിരിക്കുന്ന സ്ഥിതിയാണ്. പെർ ക്യാപിറ്റ അത് എന്താണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇത് എങ്ങനെയാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ആരാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ഇത് പുതിയ തലമുറ, വരുന്ന പുതിയ ജനറേഷൻ. ഈ കടം അവരെ ബാധിക്കാൻ പോവല്ലേ? ഈ കടത്തിന്റെ ഫലം എന്താണ്? നാളെയോ മറ്റന്നാളോ വരുന്ന കൊല്ലത്തിൽ ഈ കടം കൊടുക്കാൻ ഇന്നിപ്പോ 92% ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ, ഞാൻ പറഞ്ഞ പോലെ കടവും പലിശയും പെൻഷൻസിനാണ് പോകുന്നത്. ഇനി വരാൻ പോകുന്ന കാലത്ത് അത് എന്താ 100% ആവുമോ? അപ്പൊ വികസനത്തിന് വേണ്ടി കാശുണ്ടാവില്ലേ? ഇതാണോ ഇവരുടെ കാഴ്ചപ്പാട്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് ചോദിക്കണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം. 92% ഇന്ന് നമ്മൾ ഓരോരോ രൂപ റവന്യൂ കിട്ടുന്ന 100 രൂപേന് 92 രൂപയാണ് പലിശയ്ക്കും കടത്തിനു വേണ്ടി, പെൻഷൻസിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ പുതിയ തലമുറയ്ക്കോ നാടിന്റെ വികസനത്തിന് വേണ്ടി എവിടുന്ന് കാശ് കിട്ടും? ഇനിയും കടം വാങ്ങിച്ചിട്ടോ? ഇതാണ് ഒഫീഷ്യലി ഒരു ഡെറ്റ് ട്രാപ്പ്. നെക്സ്റ്റ്. പിന്നെ ഇതിപ്പോ ഇലക്ഷന്റെ 60 ദിവസം മുമ്പേ ഒരു ബഡ്ജറ്റ് അല്ലേ, അപ്പോൾ എന്തെങ്കിലും പറയണ്ടേ? വേറൊന്നും പറയാനില്ല. തൊഴിലിനെ കുറിച്ച് പറയാനില്ല, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാനില്ല, ആരോഗ്യ മേഖലയെ കുറിച്ച് പറയാനില്ല, വിലക്കയറ്റത്തെ കുറിച്ചും പറയാനില്ല. അപ്പൊ എന്താ പറയേണ്ടത്? സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. ഇത് ആരെയാ വിഡ്ഢിയാക്കുന്നത്? ഇതല്ലേ സത്യം? 460% ഇൻക്രീസ്. നെക്സ്റ്റ്. ടാക്സ് ഡിവോൾവ് ആവുന്നില്ല. ഇത് മറ്റൊരു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ. എന്താണ് സത്യം? 10 കൊല്ലം കോൺഗ്രസ്, CPMന്റെ പിന്തുണ കൊണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 46,000 കോടിയായിരുന്നു ഡെവല്യൂഷൻ. 1,50,140 കോടിയാണ് കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിന്റെ സർക്കാർ ഡിവോൾവ് ചെയ്ത ഫണ്ട്സ്. 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 22 ലക്ഷം കോടി ചെലവാക്കിയിട്ടുണ്ട്. 22 lakh crores. അത് എങ്ങോട്ട് പോയി? എവിടെ പോയി? എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് ഇന്നും ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് മരിക്കുന്നത്?
എന്തുകൊണ്ട് കുടിവെള്ളം കോൺട്രാക്ടേഴ്സിന് കാശ് കിട്ടുന്നില്ല? എന്തുകൊണ്ട് പെൻഷൻ കിട്ടുന്നവർക്ക് 6-5 മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻ കിട്ടുന്നത്? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം സമയത്ത് കിട്ടുന്നില്ല. അപ്പൊ 22 ലക്ഷം കോടി എങ്ങോട്ട് പോയി? എവിടെ പോയി? എന്ത് ഇത്? ഈ ഒരു ഇക്കണോമിക് മിസ്മാനേജ്മെന്റ്. അടുത്തത്, ഈ 10 കൊല്ലം കഴിഞ്ഞ് എത്രയോ കൊല്ലം ക്ഷേമ പദ്ധതികളെല്ലാം 5-6 മാസം കഴിഞ്ഞ് കിട്ടുന്ന സ്ഥിതി, ഇതെല്ലാം ജനങ്ങൾ മറക്കൂ. എന്നിട്ടാണ് ഇലക്ഷന്റെ 60 ദിവസം മുമ്പ് പറയുന്നത് എല്ലാവർക്കും പെൻഷൻ സമയത്ത് കിട്ടുന്നു. അവരുടെ മാനിഫെസ്റ്റോ പറഞ്ഞതായിരുന്നേ, 2016 മാനിഫെസ്റ്റോ, 21 മാനിഫെസ്റ്റോ 2500 മാസം പെൻഷനാണ്. ഇപ്പോൾ അവർ പറയുന്നത് പെൻഷൻ ഒരു റൈറ്റ് അല്ല, അവകാശമല്ല. നെക്സ്റ്റ്, ഒരു ഒറ്റ സംസ്ഥാനമുള്ളൂ ഇന്ത്യയിൽ PM ആവാസ് യോജന, പാവങ്ങൾക്ക് വീടുണ്ടാക്കുന്ന പ്രോഗ്രാമിൽ വീടുണ്ടാക്കാത്തത്, ആ പദ്ധതി നടപ്പിലാക്കാത്ത ഒരു ഒറ്റ സർക്കാരുള്ളൂ ഇന്ത്യയിൽ. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ. 3 ലക്ഷം ജനങ്ങൾക്ക് വീട് കിട്ടുന്നതായിരുന്നു, കിട്ടിയില്ല. ഇതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ ഒരു വാക്കില്ല. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PM ആയുഷ്മാൻ 70 വയസ്സിന് മേലെ പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാത്ത ഒരു സർക്കാരാണ് പിണറായി വിജയൻജിന്റെ സർക്കാർ. അതിനെക്കുറിച്ചൊരു വാക്ക് പറയുന്നില്ല ബഡ്ജറ്റിൽ. കുടിവെള്ളം, 32 ലക്ഷം വീട്ടുകൾ ഇന്നും കുടിവെള്ളമില്ല. 10 കൊല്ലം കഴിഞ്ഞു. 6000 കോടിന്റെ ഇന്നും പൈപ്പ് കോൺട്രാക്ടേഴ്സ്, കുടിവെള്ളം കോൺട്രാക്ടേഴ്സിന് കാശ് കൊടുത്തിട്ടില്ല. ഇന്നും രാജ്യത്തിൽ ഒരു ബോട്ടം ഹാഫിലാണ് കേരളത്തിന്റെ കുടിവെള്ള കവറേജ്. 55.54% ആണ് കുടിവെള്ളം കവറേജ്. ജൽജീവൻ മിഷന്റെ പ്രോഗ്രാം, ഞാൻ മന്ത്രിയായിരുന്നു ജൽജീവൻ മിഷന്റെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം. പിന്നെ ഇതിനെക്കുറിച്ചും ബഡ്ജറ്റിൽ ഒരു വാക്കുമില്ല. റബ്ബർ സപ്പോർട്ട് പ്രൈസ്, ആരായിരുന്നു മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് 250 രൂപ ബഡ്ജറ്റ് സപ്പോർട്ട് പ്രൈസ്, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നു? എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM ഇന്ന് എന്താ കൊടുക്കുന്നത്? 200 രൂപ. ഇതിനെക്കുറിച്ചൊരു വാക്കില്ല. നെക്സ്റ്റ്, KSRTC നോക്കൂ. KSRT ജീവനക്കാർ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. 2 കൊല്ലമായിട്ട് ഞാൻ അവരുടെ പരാതിയും അവരുടെ കംപ്ലൈൻസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 5-6 മാസം കഴിഞ്ഞിട്ട് ശമ്പളം. ഇതിനെക്കുറിച്ച് ഒരു വാക്കില്ല ബഡ്ജറ്റിൽ. നെക്സ്റ്റ്, ഇതെന്താണ് ഇതിന്റെ ഒരു മെസ്സേജ്? കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസോ? അത് എന്തുകൊണ്ട്? അപ്പൊ ശിവൻകുട്ടി ജി, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, 75% സ്കൂള് സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കാനാണോ ഇത്? എന്തുകൊണ്ട് സ്കൂളിനെ നന്നാക്കുന്നില്ല? 75% സ്കൂൾ, ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് അസംബ്ലിയിൽ പറയുന്നത്. 75% ഗവൺമെന്റ് സ്കൂൾ സുരക്ഷിതമല്ല, അൺസേഫ് ആണ്. അതുകൊണ്ടാണോ ലൈഫ് ഇൻഷുറൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, അത് ക്ലാരിഫൈ ചെയ്യട്ടെ. നെക്സ്റ്റ്, മൻരേഗ ഫ്രോഡ്. ഇത് എന്തിനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം? 10 കൊല്ലം ഭരിച്ചു, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്ന് പറയൂ. ഇത് എല്ലാ സ്ലൈഡിലും 10 കൊല്ലം ഭരിച്ച CPM എന്ത് ചെയ്തു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഓരോരോ കാര്യങ്ങളിൽ നുണ പറയാ, സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് ഒരു പ്രചരണം നടത്തുക. ആ വഴിയാണോ നിങ്ങൾ വോട്ട് നേടാൻ പോകുന്നത്? എന്താണ് മൻരേഗന്റെ സത്യം? മൻരേഗ ഒരു
ശരിക്കൊരു ബെനിഫിഷ്യറിക്ക് മൻരേഗ VB രാംജി ഗുണം ചെയ്യുന്നു. കൂടുതൽ ദിനങ്ങൾ, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കാശ് അവരുടെ അക്കൗണ്ടിൽ കിട്ടും. ഇങ്ങനത്തെ ഫ്രോഡ് നടക്കില്ല. കേരളത്തിൽ നടന്ന ഫ്രോഡ്, മൻരേഗന്റെ പേരിൽ നടന്ന ഫ്രോഡ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ആയിരക്കോടിക്കണക്കിലാണ് ഫ്രോഡ് നടത്തിയിരിക്കുന്നത്. JCB കൊണ്ട് പണി ചെയ്യുക, എന്നിട്ട് ജനങ്ങളുടെ പേരിൽ കാശെടുക്കുക. അത് റിഫോം ചെയ്യുമ്പോൾ, അത് നിർത്തുമ്പോൾ, അതിനു വേണ്ടി ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതൊരു പ്രചരണമായിട്ട് മൻരേഗ ഞങ്ങൾ ബാധിക്കുന്നു, ഞങ്ങൾ അത് നിർത്താൻ നോക്കുന്നു. നെക്സ്റ്റ്, ശബരി റെയിലിന് കാശില്ല, NH-66 ലാൻഡ് അക്വിസിഷന് കാശില്ല, എയിംസ് ലാൻഡ് അക്വിസിഷന് കാശില്ല. പക്ഷെ നേറ്റിവിറ്റി കാർഡ്സിന് കാശുണ്ട് ബോർഡിൽ, ബഡ്ജറ്റിൽ. ഇന്നൊരു പേപ്പറിൽ ഒരു ആർട്ടിക്കിളാണ്, ഇതൊന്ന് നിങ്ങളെല്ലാവരും വായിക്കണം. ഈ CAA, SIR ഇതിനെല്ലാം ഒപ്പോസ് ചെയ്യുന്ന പാർട്ടിയാണ് CPM ഉം കോൺഗ്രസ് രണ്ടുപേരും. നേറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, അതിന് കാശുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷനും ഫേക്ക് ആധാർ കാർഡ് വഴി വോട്ടർ ലിസ്റ്റിൽ കയറുന്നതും